ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, സപ്തതി ഷഷ്ടി മുഴുവൻ ആഘോഷിക്കും, ചർച്ചിലും വരും, ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്തുമസിന് അന്നൊരു പരസ്യയോഗം, വേറെ ഒരു ദിവസവും പരസ്യയോഗം. ഡിസംബർ 24-ാം തീയതി പാതിരാത്രിക്ക് ഒരു ടെമ്പോയ്ക്കകത്ത് 2 തമ്പേറും, വേറൊരു ദിവസം വേറെ ഈ 365 ദിവസം 364 ദിവസവും പരസ്യവും നടത്താൻ അന്ന് മാത്രം ഒരു ആത്മഭാരം. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. വേർപാട് പാലിക്കണം. ഇത് ക്രിസ്മസ് കേക്കും തിന്ന് ആരാണ്ട് കൊണ്ട് കൊടുത്തതാ, കാശ് കൊടുത്ത് മേടിച്ചല്ല. അന്നത് കിട്ടിയാൻ പറയണ്ടേ, ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയല്ല, കേക്ക് ഉപയോഗിക്കും, ഈ ചടങ്ങ് ഞങ്ങൾക്ക് പറയണ്ടേ, അത് മുറിച്ചങ്ങ് കവള് നിറച്ച് തിന്ന് വെച്ചോണ്ടോ. വേർപാടുമില്ല, യാതൊരു പ്രമാണവുമില്ല. ഈശ്വരും ആഘോഷിച്ചു, അപ്പോ താറാവ് കയറി, മൂക്ക് മുട്ട തിന്നു. വേർപാടില്ല. അവർ ആദ്യകാല പൊങ്കാലയ്ക്ക് പോയി അതിന്റെ കൊണ്ട് തന്നെ അതും തിന്നു. സ്വത്രത്തോട് കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും അങ്ങനെയല്ലേ വാക്യം. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓണം ഉണ്ടാകാനായിട്ട് ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അന്ന് നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥനയാണ്. അന്ന് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ ഓണത്തിന്റെ ദിവസം തന്നെ അത് വെക്കുന്നതിന് പിള്ളേർ വേറെ വഴി കൂടെ പോവുകയും ചെയ്യും. അവിട്ടവൻ ചതകം പൂരിട്ടാതി ഉത്രട്ടാതി രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള കാര്യമാണ്. അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന. കൊച്ചുങ്ങൾ അന്നേരം അന്ന് തന്നെ. പിന്നെ ചിലർ വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് ഉപവസിക്കാന്. അന്നേരം ഓണത്തിന് വരുമ്പോൾ അനിയത്ത് ക്ഷണിച്ചു. ഉടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയില്ല, അവിടെ പോയി ഉപ്പേരി പിന്നെ ഉണ്ടല്ലോ ശർക്കര വരട്ടി, നല്ല ടേസ്റ്റ് ആയിരുന്നു ശർക്കര വരട്ടി കേട്ടോ. എല്ലാം തിന്ന് നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കണം. അപ്പൊ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം അവര് വേർപാട് പാലിക്കുന്നവരാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. ദൈവമക്കൾ എല്ലാ ഇടങ്ങളിൽ എവിടെ പോയാലും വേർപാടുണ്ടായി. അതിന് ഉദാഹരണമായി യോസേപ്പ് ചേട്ടന്മാരും എല്ലാം കൂടെ അടുക്ക വന്നപ്പോൾ യോസേപ്പ് പറഞ്ഞു, നമ്മൾ നാളെ പറവോനെ കാണാൻ പോവുക. അപ്പം പറവൻ ലോകിയൊക്കെ ചോദിക്കും തൊഴിൽ എന്നാന്ന് ചോദിക്കും. തൊഴിൽ എന്നാലും നിങ്ങൾ സത്യം അങ്ങ് പറയണം, ഞങ്ങളുടെ പിതാക്കന്മാരും എല്ലാം ബാല്യം മുതൽ ഗോപാലകന്മാരാ, കന്നുകാലികളെ മേയ്ക്കുന്നതാ ഞങ്ങളുടെ തൊഴിൽ. ഇത് പറഞ്ഞ അത് യോസേപ്പ് മനഃപൂർവ്വം പറയിപ്പിച്ചതാ. കാരണം ഇടയന്മാര് മിസ്രൈമർക്ക് വെറുപ്പാണ്. അവരുമായിട്ട് ഒന്നിച്ച് ഭക്ഷണം പോലും കഴിക്കത്തില്ല. അപ്പൊ അത് യോസേപ്പിന് അറിയാം ഇവിടുത്തെ രീതി. അപ്പൊ ഇടയന്മാരാന്ന് പറയുമ്പോൾ പിന്നെ മിസ്രൈമർ ഇവരുമായിട്ട് വലിയ സമ്പർക്കത്തിന് പോകുക. അപ്പൊ ഇവര് സ്പെഷ്യൽ കേസായിട്ട് അവിടെ നിന്നോളും. ഇത് പറയാതിരുന്നാൽ അവരിവരും കൂടെ ഇടപെട്ട് അതേതാ ഇതേതാന്ന് പിന്നെ കുറെ നാൾ കഴിഞ്ഞാൽ അറിയത്തില്ല. ഒരു 50 കൊല്ലം ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ഏതാ മിസ്രൈം ഏതാന്ന് അറിയാതിരിക്കും. ഇപ്പൊ അങ്ങനല്ലേ പെന്തിക്കോസ് ഏതാ സമുദായം ഏതാ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. സഭയെ വന്നില്ല, അയ്യോ പെന്തിക്കോസിലായിരുന്നല്ലേ, പിന്നെ നമ്മളെ ടൗണിൽ വെച്ച് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. അത് തിയേറ്ററിൽ പോയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആൾക്കാർക്കും ഇപ്പൊ അതാ ഇഷ്ടം, ആരും അറിയാതെ പമ്മി നടക്കണമെന്നാണ്. വേർപാട് പാലിക്കണം. ഒരു ദൈവ പൈതൽ എവിടെ പാർത്താലും വേർപാട് പാലിക്കണം. സ്തോത്രം. എല്ലാ വിഷയത്തിലും വേർപാട് വേണം. വസ്ത്രധാരണത്തിൽ വേർപാട് വേണം. നമ്മുടെ വസ്ത്രധാരണം കാണുമ്പോൾ അറിയാം ഇത് പെന്തിക്കോസാണ്, അറിയണം. പഞ്ചാബികളെ എവിടെ വെച്ച് കണ്ടാലും പിടികിട്ടും. എങ്ങനെ അറിയാം? പറ. പഞ്ചാബി സഹോദരന്മാര് കേരളത്തിൽ വന്നാലും അറിയാം അത് പഞ്ചാബിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ? ആണോ? അല്ലല്ലോ.
ഒറ്റ നോട്ടത്തിൽ പിടിക്കട്ടെ, പഞ്ചാബിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ പാലിക്കുന്ന മുസ്ലിം സ്ത്രീകളെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. നമ്മളിപ്പോ തർക്കത്തിനും മാനത്തിനുമല്ല, ഞാനതിന് ഉദാഹരണം പറയാം. ഞാന് ദൈവകൃപയിൽ ശരണപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വിമാനത്തിലൊക്കെ കയറുമ്പോൾ അവരെ കണ്ടാൽ അറിയാം. വിമാനത്തിൽ ഇരുന്നാലും അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ മുസ്ലിം സ്ത്രീകൾ വിമാനത്തിലുണ്ട്, അവരെ അറിയാം. എങ്ങനെ അറിയാം? പറ. നമ്മുടെ സഹോദരിമാരെ കണ്ട എയർപോർട്ടിൽ വെച്ച് ഒരു പാൻറ്റും വലിച്ചു കെട്ടി ഒരു മിടി ഇട്ടേച്ച് ഒരു ബനിയൻ ഇട്ടോണ്ട് തളയല്ല. മനസ്സിലാകുന്നില്ല. അവരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ലണ്ടൻ പട്ടണത്തിൽ ചെന്നപ്പോഴും അവരെ കണ്ടപ്പോൾ അറിയാം. ഞാൻ ഉദാഹരണമായി പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഒരു ദൈവ പൈതലിനെ എവിടെ വെച്ച് കണ്ടാലും ഈ മുസ്ലിം സ്നേഹിതന്മാര് അല്ലെ പള്ളിയിലെ ചുമതല വഹിക്കുന്നവരെ എവിടെ വെച്ച് കണ്ടാലും മനസ്സിലായില്ലേ? ആ തലയെക്കെട്ടും ആ വസ്ത്രധാരണവും അന്നേരം നമ്മൾ മനസ്സിലാക്കിയത് ഉസ്താദാണ്. അതാ ഉസ്താദിനെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ ഉസ്താദന്മാരെയോ, നമ്മുടെ എല്ലാം ഉസ്താദന്മാരാ. ചുമ്മാ നടക്കുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് ഉസ്താദാകുക. ഉറങ്ങാൻ കിടന്നപ്പോ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പോ പാഷ് പുള്ളി പാഷ്. എവിടുത്തെ പാഷ? പുള്ളി പാഷ. എവിടുത്തെ പാഷ? അതൊന്നും ചോദിക്കണ്ട. പാഷ ഏത് പാഷ? തന്നെ തന്നെ അങ്ങ് പാഷ ആകുക. ഈ എല്ലാരും കയറി പാസ്റ്റെന്ന് വിളിക്കരുത്. മീശ പഠിച്ചതെല്ലാം പാസ്റ്റർമാരില്ല. അങ്ങനെയാണ് നമ്മൾ കേക്കർനാഥനെ മാജിബയ്യ എല്ലാം പാസ്റ്റെന്ന് വിളിക്കണമായിരുന്നു. മീശ പഠിച്ചവരില്ലായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ട് പാസ്റ്റർ ആകുകയല്ല. ഒരാൾ വെള്ള ഷർട്ട് ഇടണോ? മീശയില്ല, വെള്ള ഷർട്ട്. പക്ഷെ അവന് ഇതെന്നാന്ന് പോലും അറിയാൻ മേല. പക്ഷെ ദൈവമക്കളോടാ പറയുന്നത്, കേൾക്കുന്നവരോടെല്ലാം പറയുക. ചുമ്മാ കയറി പാസ്റ്റർ എന്ന് വിളിക്കരുത്. ചോദിക്കണം, ചേട്ടാ എന്തോ ചെയ്യാ? അന്നേരം ചിലപ്പം പറയാം ഞാന് പാസ്റ്ററാന്ന് ചെല്ലു പറയും. ഏത് സഭയാ? ഉപദേശിക്കുള്ള സഭയാണോ എന്ന് പറഞ്ഞാൽ രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ്, വേർപാട്, വിശുദ്ധ ജീവിതം, തിരുമേശ, അപ്പോസ്തലികത അത് വിശ്വസിക്കുന്ന ആളാണോ? അപ്പം പറയാം അതെ. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ഏത് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന കൂട്ടായ്മയിൽ. ആട്ടെ, എവിടെയെങ്കിലും വേദപുസ്തകം പഠിച്ചതാണോ? അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചതാണോ? അല്ലെങ്കിൽ സീനിയർ പാസ്റ്ററുടെ കൂടെ ഒരു 4-5 കൊല്ലം കണ്ടും കേട്ടും ഒക്കെ പഠിച്ചതാണോ? പഠിച്ചതാ. ഏത് പാസ്റ്ററുടെ കൂടാ? അപ്പം പറയാം അവൻ ഇന്നയാള്. ആട്ടെ, ഇപ്പൊ എത്ര വർഷമായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്? ഞാനിപ്പോ 15 കൊല്ലമായി. ആട്ടെ പാസ്റ്ററെ, മുമ്പ് ചേട്ടാന്ന് വിളിച്ചത് ക്ഷമിക്കണം പാസ്റ്ററെ. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാ ഇങ്ങനെ പാസ്റ്ററെ ഉടനെ അവന് സ്തോത്രം. ഇവന് പുസ്തകക്രമം പോലും അറിയാൻ മേല ഭാഷ. ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരിക. ചുമ്മാ കയറി എല്ലാവരും